ശരിക്കും മല കയറാനല്ലോ അത്ര തീർക്കാനാണ്. ഞങ്ങളിപ്പോ ഉള്ളത് ഇവിടെയാണ് ബ്രഹ്മഗിരി. ഇതാ മുൻകരുതലുകളാണ്. ഇവിടെ മോനെ അട്ടങ്ങനെ കേറുമ്പോത്തിന് അട്ടങ്ങനെ കാൽമ കയറാണ്. നല്ല അട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അട്ടനെ ഇവിടുന്ന് എന്താണ് കണ്ട് കെട്ടിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാറിന്റെ ഉള്ളിൽ വരെ അട്ടയാണ് മതി. ഇതിന് മൂടിയാരെടുത്താ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ. കേറിയിട്ടില്ല, അപ്പൊ അട്ടടിച്ച്. എന്താ അഭിപ്രായം അട്ടനെ കുറിച്ച്? ഒരു പേടിയില്ല, നമുക്ക് പേടിയുള്ള കാര്യമില്ലല്ലോ. ഇതെന്താ കാലൊക്കെ എടുക്കുന്നുണ്ട്. കാറിന്റെ ഉള്ളിൽ അട്ടനെ എടുത്തു ഓക്കെ. അപ്പം ഏതായാലും സെറ്റ് നോക്കാം നമുക്ക്. അപ്പോൾ പോവാനുള്ള എല്ലാ ഒരുക്കത്തിലുമായി എല്ലാവരും ശക്തമായിട്ട് ഇതാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യാത്ര തുടങ്ങി. ഞങ്ങൾ ഇതാ എല്ലാവരും ഗാന്ധിയെ പോലെ ദണ്ഡി യാത്ര നടക്കുന്ന പോലെ നടക്കുന്നുണ്ട് ഗൈസ്. തെണ്ടി യാത്ര അല്ല, ദണ്ഡി യാത്ര. ഓക്കെ തട്ടോ. അപ്പൊ ഇങ്ങനെ അട്ട എടുക്കില്ലേ? ഒരുപാട് എടുത്തിടാനും ഈ കുപ്പിയാണ് നമ്മൾ ആകെ ആയുധം. ആ കുപ്പിയിൽ എന്താണ് മിശ്രിതം എന്ന് പറഞ്ഞു കൊടുക്കൂ. കുപ്പിയിലെ മിശ്രിതം പറഞ്ഞു കൊടുക്കൂ. നല്ല ഉപ്പ് കലക്കിയത്. എങ്ങനെ? ഉപ്പ് കലക്കിയ വെള്ളം ഒറ്റയടിക്ക് 10,000 റുപ്യ. എന്താ കാരണം? അര ലിറ്റർ വെള്ളത്തിൽ 1/4 ലിറ്റർ ലൈസ് ഒന്നും ഉള്ളതായി ഉണ്ടാവും. തട്ടി എന്താണത്? ചോര കുടിക്കാനായില്ല. വേണ്ടടാ, ഒരിക്കലും ചൂടിലാണ് കഴിച്ചത്. അല്ലോ സുഖേ നഞ്ഞേ നൈക്ക് തീരുമാനമായി ഉയർന്ന നല്ല ഷൂ ഒന്നും ഇട്ട് വരാൻ നിൽക്കണ്ട. ഇതുപോലെ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് പോവാം. എന്താ കാലിന്റെ ഗൈസ് നോക്കൂ, അട്ട എന്തോരം അട്ട. ആനപ്പിണ്ടം പലത് നമ്മൾ കാണേണ്ടി വരും. കിടലോസ്കി യാത്ര അടിപൊളി അല്ലേ? സെറ്റല്ല മോനെ? അപ്പോൾ ഏകദേശം 2.5 കിലോമീറ്റർ ആയി നടന്നിട്ട്. ഇപ്പോൾ 2.5 കിലോമീറ്റർ ആയപ്പോഴേക്കും കുറേയൊക്കെ കിടക്കുന്നുണ്ട്. നോക്കാം. പക്ഷേ മുന്നിൽ കുറുമ്പൻചേട്ടൻ പോണ പോക്ക് സ്റ്റാമിന. യെസ്, അതാണ് വൈബ്. അപ്പോൾ നമ്മളിതങ്ങനെ യാത്ര തുടരുകയാണ്. ബ്രഹ്മഗിരി ട്രക്കിംഗ്. ഇതുവരെ ഉഷാറല്ലേ? 1 കിലോമീറ്റർ ആയില്ല, ആകെ ഒരു 100-300 മീറ്റർ അല്ലേ ഏട്ടാ? പക്ഷേ 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് അട്ടന്റെ ശല്യം. ഒരുപാട് ഇതിങ്ങനെ നമ്മളെ അടുത്തേക്ക് വരികയാണ്. അതെന്താ കാരണം? അട്ട മനുഷ്യന്റെ സ്മെല്ലടിച്ചാൽ വരുമോ? സ്മെല്ലടിച്ചാൽ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും. അട്ട വരും. പിന്നെ ഈ അട്ട 3 കിലോമീറ്ററിനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആ പുല്ലിന്റെ ഭാഗത്ത് ഒന്നും അട്ടയില്ല. ഏതാ വൈബ് മക്കളെ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങോട്ട് കേറിയില്ല, അതാണ്. 100 അടി താഴ്ചയിൽ എന്നാൽ ഈ കാഴ്ചകൾ കാണാൻ പറ്റില്ല. അത് 1000 അടി കയറിയാൽ തന്നെ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും പെട്ടെന്ന് പോരാ കാണാൻ. ഇങ്ങ് തമ്പി. സത്യത്തിൽ നമ്മളെ ജീവിതം പൂർണ്ണമാകുന്നത് ഇതുപോലുള്ള മനോഹര കാഴ്ചകൾ കാണുമ്പോഴാണ്. ഞങ്ങളിന്ന് ഒഴിവിട്ടിയപ്പം ഇങ്ങോട്ട് പോകുന്നതാണ്. അതിമനോഹരം, ഒന്നും പറയാനില്ല. അതായത്
പ്രകൃതിയിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച ഓരോ കാണാ കാഴ്ചകൾ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു 1300 അടി ഉണ്ടാവും. സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി. ഇനി മുകളിലേക്ക് 1 കിലോമീറ്റർ കൂടെ നടക്കാറുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്ക് തന്നെ ചുറ്റും കോടയാണ്. തൊട്ടപ്പുറത്തേക്കൊന്നും ഒന്നും കാണുന്നില്ല. ഒന്ന്. രണ്ടാമത് പിന്നെ പലപ്പോഴും പല യാത്രകൾ ചെയ്തപ്പോഴും പിന്നെ മാനുകളൊക്കെ ഞങ്ങളിങ്ങനെ ദൂരക്കാഴ്ചകൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കാറിൻ്റെ അടുത്ത് കാണാറുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ തൊട്ടടുത്ത് നിന്ന് മാൻ ഓടിപ്പോയ കാഴ്ച. അതും മാന് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ കൂട്ടത്തിൽ 1-2 ആൾക്കാർ ഞങ്ങളൊക്കെ പേടിച്ച് ചെറുതായിട്ട് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കല്ലേ, അത് ഈ കാടിൻ്റെ മുകളിൽ നിന്ന്. അടിപൊളി വൈബ്, ഒന്നും പറയാനില്ല. മറ്റേ വീടല്ല, വയനാടുള്ള ബ്രഹ്മഗിരി. അപ്പം ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി പിന്നെ നമുക്ക് തിരുനെല്ലിയാണ് പിന്നെ നമുക്ക് ലൊക്കേഷൻ വരുന്നത്. തിരുനെല്ലി ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് പെർ ഹെഡ് 700 രൂപയാണ് വരുന്നത് ഇങ്ങോട്ട് കയറാൻ. നമ്മൾ 5 ആളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ 3500 രൂപക്ക് ഗൈഡ് ഉൾപ്പെടെയുള്ള ആളുകൾ റെഡിയാവും. പിന്നെ ഇവിടേക്ക് വരുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 7:30 മുതൽ പിന്നെ 9:30 വരെയാണ്. അപ്പോൾ ഈ ടൈമിൽ തന്നെ പരമാവധി വരാൻ നോക്കുക. പിന്നെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അട്ട, അടിപൊളി അട്ടയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുമ്പം ഫുൾ അട്ടയാണ്. കാരണം ഇങ്ങനെ ആദ്യത്തെ 3 കിലോമീറ്റർ കയറി ഫുൾ അട്ട ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി പിന്നെ കുറേ മൃഗങ്ങൾ ഒക്കെ ഇവിടെ കാണാൻ നിൽക്കിയതല്ലോ. ശരി.